നമസ്കാരം. ഉറ്റ ചങ്ങാതിമാരായ ബാലമുരുകനും സഞ്ജിത്തിനും കാന്തല്ലൂർ വിട നൽകിയത് നെഞ്ചു പിളർക്കും നൊമ്പരത്തിന്റെ നിറവിൽ. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ കോവിൽക്കടവാറ്റിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഇരുവരെയും കാണാതാവുകയായിരുന്നു. ഇരുവർക്കും 15 വയസ്സായിരുന്നു പ്രായം. ഒപ്പമുണ്ടായിരുന്ന ഇവരുടെ സുഹൃത്ത് മനു വിവരം സമീപത്തുണ്ടായിരുന്നവരെ അറിയിച്ചു. ഉടൻ ഇവർ തിരച്ചിലിനിറങ്ങി. താമസിയാതെ മൂന്നാറിൽ നിന്നെത്തിയ ഫയർഫോഴ്സും മറയൂർ പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. ഏറെ താമസിയാതെ ഫയർഫോഴ്സ് സംഘം ഇരുവരെയും കണ്ടെടുത്ത് കരയ്ക്കെത്തിച്ചു. ഉടൻ കോവിൽക്കടവ് സഹായഗിരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ഇന്നുച്ചയോടെ മറയൂർ സർക്കാർ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുനൽകി. ബാലമുരുകന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കീഴാന്തൂർ വില്ലേജ് ഓഫീസ് പരിസരത്തെത്തിയപ്പോൾ 4 പാട് നിന്നും അലമുറകൾ ഉയർന്നു. നിമിഷനേരം കൊണ്ട് പ്രദേശം ദുഃഖസാഗരമായി. പൊതുദർശനത്തിന് വെച്ചപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നാടൊന്നാകെ ഇവിടേക്ക് ഒഴുകിയെത്തി. സ്ത്രീകളും കുട്ടികളുമടക്കമുള്ളവർ നിലവിളിയോടെയാണ് ഇരുവർക്കും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത്. പിതാവ് കന്നിയപ്പനും മാതാവ് റാണിയും അടുത്ത ബന്ധുക്കളും സങ്കടം സഹിക്കാനാവാതെ അലമുറയിട്ട് കരഞ്ഞപ്പോൾ കൂടെ നിന്നവരിൽ ഒട്ടുമിക്കവരുടെയും മിഴികളും ഈർന്നണിഞ്ഞു. ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പൊതുപ്രവർത്തകരുമടക്കം വലിയ ജനക്കൂട്ടം പോസ്റ്റ്മോർട്ടം നടന്ന സർക്കാർ ആശുപത്രിയിലും ഇരുവരുടെയും വീടുകളിലും എത്തിയിരുന്നു. കീഴാന്തൂർ സ്വദേശി കന്നിയപ്പൻ്റെ മകനും കാന്തല്ലൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുമായിരുന്നു ബാലമുരുകൻ. ഗുഹനാഥപുരം സ്വദേശി സുന്ദർരാജിൻ്റെ മകനാണ് സഞ്ജിത് കുമാർ. സഞ്ജിത്തിൻ്റെ ജന്മനാടായ ഗുഹനാഥപുരത്തും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഇവിടെയും വൻ ജനക്കൂട്ടം കാത്തുനിന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.